രാജ്നാഥ് സിംഗ് ആയിരുന്നു ഗസ്റ്റ് ആയിട്ടുണ്ടായത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയൊരു പെയിൻറ്റിങ്. സുഗതകുമാരി ടീച്ചറുടെ മനസ്സിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് മരങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാളുടെ കയ്യിൽ ആ ഒരു ആശയത്തെ എത്തിക്കുക എന്ന് വെച്ചിട്ടാണ് ഞാനത് മരം തന്നെ വരച്ച് കൊടുത്തത്. ഇതൊക്കെ എൻ്റെ സ്വഭാവമായിട്ട് എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ചെറുപ്പം മുതലേ ഭയങ്കര ആരാധനയും ഒരു അമ്മ എന്നുള്ളൊരു ഫീലായിരുന്നു എനിക്ക് ടീച്ചറുടെ അടുത്തുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരെ കാണാനുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വിചാരിച്ചു, ഓക്കെ, നമ്മൾ പെയിൻറ് ചെയ്ത് ആ പെയിൻറ്റിങ് കൊടുത്ത് നമുക്ക് കിട്ടുന്ന പൈസ നേരെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തത്. 1-2 പിക്ചേഴ്സ് വരച്ചിട്ടുണ്ടാവാം, കവിതകൾക്കാം പലരും. പക്ഷെ ഇങ്ങനെ ഒരു സീരീസ് ആയിട്ട് നമ്മളാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്, ഒരു എക്സിബിഷൻ ചെയ്യുന്നതും. നമസ്കാരം. ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് മിക്സഡ് മീഡിയ ആർട്ടിസ്റ്റായ കൃഷ്ണപ്രിയയാണ്. തിരുവനന്തപുരം സ്വദേശിയാണ്. മലയാളത്തിൻ്റെ അനശ്വര കവയിത്രിയായ സുഗതകുമാരി ടീച്ചറുടെ കവിതകളെ ചിത്രങ്ങളാക്കി മാറ്റിയ ഒരു ആർട്ടിസ്റ്റാണ് കൃഷ്ണപ്രിയ. കൃഷ്ണപ്രിയ, സ്വാഗതം. ഈ കവിതകളെ ചിത്രങ്ങളാക്കി മാറ്റുക എന്നുള്ളൊരു ആശയം എങ്ങനെയാണ് മനസ്സിൽ ഉദിക്കുന്നത്? അതിന് തുടക്കം കുറിക്കുന്നത് എങ്ങനെയാണ്? സുഗതകുമാരി ടീച്ചറെ ഒരുപാട് ഇഷ്ടമാണ് ചെറുപ്പം മുതലേ. അപ്പം പലപ്പോഴും കവിതകൾ വായിക്കുന്ന സമയങ്ങളിൽ ഈ ഒരു മനസ്സിൽ സ്വന്തം പിക്ചറുകൾ രൂപപ്പെടാറുണ്ട്. പിന്നെ ഇപ്പം നമ്മുടെ കുമ്മനം ജിയാണ് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞതും, ഇങ്ങനൊരു ഫങ്ഷൻ വരുന്നുണ്ട്, അപ്പം അതിനേക്കായിട്ട് വരയ്ക്കാൻ പറയുണ്ടായതും. അപ്പം ഇതുവരെ മനസ്സിൽ വന്നിട്ടുള്ള ഓരോ ആശയങ്ങളെ ഞാൻ ക്യാൻവാസിലേക്ക് വരയ്ക്കുകയായിരുന്നു. അതായത് ഇതിനു മുൻപ് പെയിന്റിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു? സാധാരണ നമ്മൾ മിക്സഡ് മീഡിയ പെയിന്റിംഗാണ് ചെയ്യാറുള്ളത്. 10 വയസ്സ് മുതൽ ചെയ്യാറുണ്ട്. അതൊക്കെ കൂടുതലും ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. പിന്നെ കവിതകളെ ബേസ് ചെയ്തിട്ട് ഇപ്പോഴാണ് ചെയ്തത്. ഈ മിക്സഡ് മീഡിയ ആർട്ടിസ്റ്റ്, ഇത് ഈ ഒരു സംഭവം എന്താണ് എന്ന് പറയാമോ? മിക്സഡ് മീഡിയ പെയിന്റിംഗ് എന്ന് പറയുമ്പം അത് സാധാരണ പെയിന്റിങ്ങിൽ നിന്നും ഒരു 3D ഫീല് വരും പെയിന്റിങ് ചെയ്ത് കഴിയുമ്പോൾ. അതുപോലെ തന്നെ സമയവും സാധാരണ പെയിന്റിങ്ങിന് എടുക്കുന്നേക്കാൾ കൂടുതൽ എടുക്കാറുണ്ട്. ആദ്യം നമ്മൾ സ്കെച്ച് ചെയ്യും. സ്കെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ടെക്സ്റ്റർ ഇടണം. ഈ ടെക്സ്റ്റർ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ പെയിന്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഈ സുഗതകുമാരി ടീച്ചറുടെ കവിതകൾ മാത്രം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്താണ്? ടീച്ചർ മനസ്സിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഒരു കവയിത്രിയാണ്. പിന്നെ പ്രകൃതി സ്നേഹം, ബാക്കിയുള്ളവരോടുള്ള കരുണ, ഇതൊക്കെ എൻ്റെ സ്വഭാവമായിട്ട് എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ചെറുപ്പം മുതലേ ഭയങ്കര ആരാധനയും ഒരു അമ്മ എന്നുള്ളൊരു ഫീലായിരുന്നു എനിക്ക് ടീച്ചറുടെ അടുത്തുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പം ആ ഒരു അമ്മയോടുള്ള ആ ഒരു സ്നേഹം കൂടെ ഞാൻ ഇങ്ങനെ പിക്ചറായിട്ട് മാറുകയാണ് ഉണ്ടായത്. ഇതിന് ഏതൊക്കെ കവിതകളാണ് തിരഞ്ഞെടുത്തത്? ഇതിൽ 15 കവിതകളാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചത്. 15 ചിത്രങ്ങൾ വരച്ചു. അതെ, ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെയായിരുന്നു? കറുപ്പ്, രാത്രിമഴ, ഇത് മഹാഭാരതം, കൃഷ്ണ നീ എന്നെ അറിയില്ല, നിങ്ങളെൻ ലോകത്തെ എന്ത് ചെയ്തു, മരത്തിന് സ്തുതി, നന്ദി, അങ്ങനെ കുറെ 15 എണ്ണാണ്. ഒരു ചടങ്ങിന് പങ്കെടുത്തു എന്ന് പറഞ്ഞു. ആ ചടങ്ങിനെ കുറിച്ചൊന്ന് പറയാം. അതിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അത് സൂര്യ ഫെസ്റ്റിവലിൽ ഒരു എക്സിബിഷൻ ചെയ്യുണ്ടായി കഴിഞ്ഞ വർഷം. അത് കരുണ ചാരിറ്റീസിന് വേണ്ടിയാണ് നമ്മളന്ന് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ആ ഒരു എക്സിബിഷൻ കാണാനായിട്ട് കുമ്മനംജി വരുമായിരുന്നു. അങ്ങനെ അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനൊരു ഫങ്ഷൻ വരുന്നുണ്ട്, സുഗതോത്സവമാണ്, സുഗതകുമാരി ടീച്ചറുടെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്, അപ്പോൾ അതിലേക്ക് എക്സിബിഷനായിട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ തൊട്ടാണ്, അപ്പോൾ ഇത്രയും കാലത്തെ നമ്മുടെ ആ ഒരു ആഗ്രഹം സത്യം പറഞ്ഞാൽ സാധിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ വരച്ചു. 22nd പ്രോഗ്രാം ഉണ്ടായത്. രാജ്നാഥ് സിംഗ് ആയിരുന്നു ഗസ്റ്റ് ആയിട്ടുണ്ടായത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയൊരു പെയിന്റിങ്. അത് സുഹൃത വൃക്ഷം എന്നാണ് നമ്മൾ അതിൻ്റെ പേര്. അത് ഒരു വലിയൊരു മരം, ഒരു ആൽമരം എന്ന് വെച്ചാൽ
സുഗതകുമാരി ടീച്ചറുടെ മനസ്സിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് മരങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാളുടെ കയ്യിലെ ആ ഒരു ആശയത്തെ എത്തിക്കുക എന്ന് വെച്ചിട്ടാണ് ഞാനത് മരം തന്നെ വരച്ച് കൊടുത്തത്. ഈ ഒരു പ്രൊഫഷൻ എന്താണ് സത്യത്തിൽ കൃഷ്ണപ്രിയയുടെ? ഞാൻ ഫാഷൻ ഡിസൈനർ ആയിരുന്നു, പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് പെയിന്റിങ്ങിലാണ് ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആണ്. ഈ മിക്സഡ് മീഡിയ ആർട്ടിസ്റ്റ് ആ ഒരു കൺസെപ്റ്റിലേക്ക് എത്താനുള്ള കാരണം എന്താണ്? നമ്മൾ നോർത്ത് ഇന്ത്യയിലായിരുന്നു, അപ്പം അവിടെ ഉള്ളപ്പോഴാണ് ആക്ച്വലി ഞാൻ പെയിന്റിങ്ങിനെ കൂടുതൽ കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ആക്ച്വലി ചാരിറ്റിക്ക് വേണ്ടിയാണ് പെയിന്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അവിടെ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരെ കാണാനുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വിചാരിച്ചു, ഓക്കെ നമ്മൾ പെയിന്റ് ചെയ്ത് ആ പെയിന്റിങ് കൊടുത്ത് നമുക്ക് കിട്ടുന്ന ആ പൈസ നേരെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് പെയിന്റിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പെയിന്റിങ്ങിൽ അറിയാലോ നമ്മുടെ നാട്ടിലെ ആ ഒരു മൂവ്മെന്റ്, സാധാരണ പെയിന്റിങ്ങിന് അധികം മൂവ്മെന്റ് ഇല്ല. അപ്പോൾ പുതിയ ഒരു ആർട്ട് നമുക്ക് മാർക്കറ്റിൽ ഇറക്കാം. ഇതാണെങ്കിൽ ഇന്ത്യയിൽ എത്തുന്നതേ ഉള്ളൂ, ഫോറിൻ കൺട്രീസിലാണ് മിക്സഡ് മീഡിയ കൂടുതലുള്ളത്. അപ്പോൾ പുതിയൊരു ആർട്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും കൂടെ ചെയ്യാലോ എന്ന് വെച്ചിട്ടാണ് മിക്സഡ് മീഡിയ ചെയ്തു. ഈ ഒരു അതായത് ഒരു കവിയത്രിയുടെ അല്ലെങ്കിൽ ഒരു കവിയുടെ കവിതകളെ ചിത്രങ്ങളാക്കി മാറ്റുന്ന ഒരു സംഭവം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. അതെ അല്ലേ? അങ്ങനെയാണ്. ഇപ്പം നമ്മൾ ഒരുപാട് പേരുടെ അടുത്ത് അന്വേഷിക്കുകയുണ്ടായി. അപ്പൊ പറഞ്ഞതിന് 1-2 പിക്ചേഴ്സ് വരച്ചിട്ടുണ്ടാവാം കവിതകൾക്ക് പലരും, പക്ഷെ ഇങ്ങനെ ഒരു സീരീസ് ആയിട്ട് നമ്മളാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. ഒരു എക്സിബിഷൻ ചെയ്യുന്നതും ഇത്രയധികം കവിതകൾ ഒരുമിച്ചെടുത്ത് സീരിയസ് ആയിട്ട് ചെയ്യുന്നത് നമ്മളാണെന്ന് പറഞ്ഞത്. വീട്ടിൽ ആർക്കെങ്കിലും കുടുംബത്തിൽ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള കഴിവുണ്ടോ പെയിന്റിങ്? ഒരുപാട് പേർക്ക്, എല്ലാവരും ഏകദേശം നന്നായി വരയ്ക്കുന്നവരാണ്. പാരമ്പര്യമായിട്ട് ലഭിച്ചതാണ്. അതെ അതെ. ഇതിന് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ആരാണ്? ഒരുപാട് പേരുണ്ട്. അതിന് ഒരാളുടെ പേര് എടുത്തു പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്. എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ മിക്സഡ് മീഡിയ ഈ ആർട്ടിന് എത്രമാത്രം നമ്മുടെ കേരളത്തിൽ എത്രമാത്രം അതായത് ആൾക്കാർ പരിഗണിക്കുന്നുണ്ട് ഇതിനെ? മിക്സഡ് മീഡിയയെ കുറിച്ച് അധികം അറിയില്ല. അതെ. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര കൗതുകമാണ് പെയിന്റിങ് കാണുമ്പം. ഇതെങ്ങനെ ഉണ്ടാക്കി, അതല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു 3D ഫീൽ എങ്ങനെ വരുന്നു എന്നൊക്കെ അറിയാൻ ആർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് താല്പര്യമാണ്. ബയേഴ്സ് എന്ന് പറയുമ്പോൾ ആർമി സർക്കിളിൽ നമുക്ക് ബയേഴ്സ് ഉണ്ട്. പിന്നെ കൂടുതലും എബ്രോഡിൽ നിന്നാണ് ബയേഴ്സ്, കൂടുതലും പുറത്താണ്. ഇതിന് എങ്ങനെയാണ് ഇത് ഒരു പെയിന്റിങ് നടത്താൻ ഏകദേശം എത്ര ദിവസം വരും? ഒരുപാട് സമയം എടുക്കുമോ? നോർമൽ നമ്മളിപ്പോൾ ഒരു അക്രിലിക് പെയിന്റ് ചെയ്യുന്നതിൻ്റെ ഇരട്ടി ടൈം എടുക്കും. കാരണം ഈ ഒരു ടെക്സ്ചറും കൂടെ കൊണ്ടുവരണം. പിന്നെ അത് ജസ്റ്റ് വരച്ചു കഴിഞ്ഞാൽ മാത്രം പോരാ, അതിൻ്റെ ഒരു ഫീൽഡ് നമ്മൾ ടെക്സ്ചർ കൊണ്ടുവരുമ്പം പിന്നെ അതിന് ഡ്രൈ ആയി എടുക്കാൻ ടൈം എടുക്കും. അങ്ങനെയൊക്കെ ആയിട്ട് ടൈം കൂടുതൽ വേണം. ഭാവി പരിപാടി എന്താണ്? ഇത് തന്നെയാണോ, പെയിന്റിങ് തന്നെയാണോ? അതെ അതെ. എന്താ ഇത്, കാരണം പെയിന്റിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സന്തോഷം, പിന്നെ ഇതിന് നല്ലൊരു കാര്യത്തിനായിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു. അപ്പോൾ ഇപ്പം കിട്ടുന്ന ഒരു ഇൻകത്തിനനുസരിച്ച് നമ്മൾ ചുറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പറ്റാവുന്ന പോലെ വളർത്തണം, പറ്റാവുന്ന കൂടുതൽ പേരെ സഹായിക്കാൻ പറ്റണം എന്നാണ്. പതിനഞ്ച് ചിത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ആദ്യത്തെ ഇത് മരത്തിന് സ്തുതി എന്ന കവിതയാണ്. ഇതിലെ ആദ്യത്തെ പാരഗ്രാഫാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ വന്നിട്ട് മരത്തിന് ശിവഭഗവാനോട് ഉപമിച്ചുകൊണ്ട് കവി പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു പാർട്ടിനെയാണ് ഇതെടുത്തിരിക്കുന്നത്. അതിൽ ഭൂമിദേവിയെ സംരക്ഷിക്കുന്ന, പാദങ്ങളെ കൊണ്ട് സംരക്ഷിക്കുന്ന ശിവഭഗവാനായിട്ടാണ് മരത്തിനെ ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഒരു ദേവി രൂപം പോലെ ഭൂമിയാക്കിയിട്ടുണ്ട്. പിന്നെ മരം ശിവഭഗവാന്റെ. ഇത് എന്ത് പെയിന്റിംഗ് ആണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്? ഇത് മിക്സഡ് മീഡിയ ആണ്. പിന്നെ കൂടുതൽ നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടുണ്ട്, എന്നിട്ടാണ് ടെക്സ്ചർ ചെയ്തിരിക്കുന്നത്. അതെ. എത്ര ദിവസം എടുത്തു ഇത് തയ്യാറാക്കാൻ? 2 ആഴ്ച ആണ് ഈ ഒരു പെയിന്റിങ്ങിന് എടുത്തിരിക്കുന്നത്. മറ്റൊന്ന് ഇത് വന്ന് അമ്പലമണി, തകർന്നു കിടക്കുന്ന അമ്പലം. ആ ഒരു എന്ന് വെച്ചാൽ ഒരുപാട്
ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു ചുറ്റുപാടിനെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് മാക്സിമം കളർ ഉപയോഗിക്കാൻ കാരണം ഒരു വിഷമത്തിന്റെ ഒരു ഫീലായിരുന്നു കവിത വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ഇരുട്ട് അതല്ലെങ്കിൽ സങ്കടം, ഇപ്പോഴത്തെ തകർന്നു കിടക്കുന്ന ഒരു ക്ഷേത്രത്തിന്റെ അവസ്ഥ എല്ലാം കൂടെ ഈ ഒരു കളറാണ് എനിക്ക് മനസ്സിൽ വന്നിരുന്നത്. ഇത് കറുപ്പ്. ഇത് ഭൂമിയിൽ കാണുന്ന എല്ലാം എന്ന് വെച്ചാൽ ചെടികള്, കാർമേഘം, മഴ, വെള്ളം, അങ്ങനെ എല്ലാത്തിനെയും കവിക്ക് കറുപ്പായിട്ടാണ് ഫീൽ ആയിരിക്കുന്നത്. അതിൽ ഒരു മയിൽപ്പീലി മാത്രം കളർഫുള്ളായിട്ട് എന്നാണ് ആ ഒരു കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. ഓരോ കവിതയും പൂർണ്ണമായും വായിച്ചതിന് ശേഷമാണ്. അതെ അതെ, വായിച്ച് അതിൽ നിന്നും മാക്സിമം സുഗതകുമാരി ടീച്ചറുടെ മനസ്സിനെ എന്തായിരിക്കും അമ്മ ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ തെളിഞ്ഞതാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഇത് മരാമരം. അമ്മയ്ക്ക് എവിടെ നോക്കുമ്പോഴും മരങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ. ആ മരത്തിനോടുള്ള ഒരുപാട് സ്നേഹം. യഥാർത്ഥത്തിൽ ടീച്ചറുടെ ഒരു കാര്യം എന്ന് പറയുമ്പം ഒരുപാട് മരങ്ങളെ സ്നേഹിച്ചിട്ടുള്ള, ചെറുപ്പം മുതലേ സ്നേഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതെ അതെ, മനസ്സിൽ കൂടുതലും മരങ്ങൾ തന്നെയായിരിക്കും അമ്മയുടെ. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഫാബ്രിക് ആണോ? അല്ല അല്ല, ഇത് മിക്സഡ് മീഡിയക്ക് ഒരു ടെക്സ്റ്റർ പേസ്റ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ചിട്ടാണ് ഇങ്ങനെ 3D ഫീല് കൊണ്ടുവന്നത്. സ്നേഹത്തിന് എന്തേ നിറം. നമ്മൾ ഓരോ പ്രായത്തിലും സ്നേഹത്തിനെ കാണുന്ന പല രീതിയിലായിരിക്കും. അപ്പം ഒരു ചെറിയ കുട്ടി ആണെങ്കിൽ ആ കുട്ടിക്ക് അമ്മയുടെ പാലാണ് സ്നേഹമായിട്ട് നിൽക്കുന്നത്. അതിനെയാണ് ഈ വെള്ള കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടെ കഴിയുമ്പം സ്നേഹം എന്ന് പറയുമ്പം ഒരു റോസ് പൂ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്തുന്നു. അങ്ങനെ പിന്നെ മനുഷ്യന്റെ വിയർപ്പ് പോലും സ്നേഹത്തിന്റെ ഭാഗമായിട്ട് വരുന്നു. അങ്ങനെയാണ് ഈ കളേഴ്സ് ഇവിടെ കളർലെസ് ആയിട്ടുള്ള റെസിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ കളർലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഓരോ ഇത് ഒറ്റയ്ക്ക് എന്നുള്ള കവിത യഥാർത്ഥത്തിൽ എനിക്ക് ഫീൽ ആയിരിക്കുന്നത് സുഗതകുമാരി ടീച്ചറെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഈ ഭൂമിയെ രക്ഷിക്കാൻ പോലും അമ്മ റെഡിയായിരുന്നു. വേറെ ആരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും ഒറ്റയ്ക്കാണെങ്കിൽ പോലും പറ്റാവുന്ന പോലെ മരങ്ങളെയും സമൂഹത്തെയും ഒക്കെ സംരക്ഷിക്കാനായിട്ട് അമ്മയ്ക്കൊരു മനസ്സ്, ഒരു വിൽ പവർ, അങ്ങനത്തെ ഒരു മനസ്സായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കവിത സെലക്ട് ചെയ്തത്. ഒരു കാര്യം ചോദിക്കാൻ മറന്നു, ടീച്ചറുടെ കവിതകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എല്ലാം ഇഷ്ടപ്പെട്ടതാണ്. കാരണം സ്വന്തം വിഷമം അല്ല ഞാൻ കണ്ടിട്ടുള്ളത്. എന്ന് വെച്ചാൽ മാനുഷികമായിട്ടുള്ള ഫീലിങ്സ്. ഇപ്പൊ നമുക്ക് പലരും ഇപ്പൊ പ്രണയം, വിരഹം അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ലാതെ ലോക നന്മയ്ക്ക് വേണ്ടി വിഷമിക്കുന്ന, നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മനസ്സാണ്. അപ്പൊ അതിൽ നിന്ന് വരുന്ന എല്ലാ കവിതയും എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ്. കൃഷ്ണ നീ എന്നെ അറിയില്ല. ഇത് വന്നിട്ട് ഒരുപാട് ഗോപികമാര് ഭഗവാനെ സ്നേഹിച്ചിട്ടുണ്ട്. ഭഗവാന്റെ കൂടെ പല സിറ്റുവേഷനിലും അവർക്ക് ഭഗവാനെ കാണാനും സംസാരിക്കാനും എല്ലാം സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനൊന്നും സാധിക്കാത്ത ഒരു ഗോപിക ഉണ്ടായിരുന്നു. ആ ഗോപികയ്ക്ക് ഭഗവാന്റെ അടുത്ത് എത്താനോ ഭഗവാനെ ഒരു നോക്ക് നേരിൽ കാണാൻ പോലും സാധിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അക്രൂരർ വന്നിട്ട് ഭഗവാനെ കൊണ്ടുപോവാണ്. അപ്പൊ ആ വിവരം അറിയുമ്പോൾ മിണ്ടാതെ അനങ്ങാതിരുന്നു എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. കാരണം എന്ത് ചെയ്യണം ഇനിയെന്ന് അറിയാത്ത ഇരിക്കുന്ന ഒരു ഗോപികയാണിത്. ഗോപിക നോക്കുമ്പം അവിടെ ഭഗവാനെ യാത്ര അയക്കണു, അങ്ങനെ വിഷമിച്ചു പോകുന്ന ഗോപികമാരെ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഗോപികയുടെ വീടിന്റെ ഫ്രണ്ടിൽ എത്തുമ്പോൾ രഥം നിൽക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ വല്ലാതെ ഒരു സങ്കടം നിറഞ്ഞിട്ട് നോക്കുമ്പോഴാണ് ഈ ഗോപികയ്ക്ക് മനസ്സിലാവുന്നത്, ഓ ഭഗവാൻ എന്നെ അറിയായിരുന്നു അല്ലേ എന്ന്. ആ ഒരു ഒക്കേഷനാണ് ഇതിൽ വരച്ചത്. അതെ അതെ അതെ, ഞാൻ വളരെ ചെറുപ്പം മുതലേ ഈ ഒരു കവിത കേട്ടിട്ട് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അപ്പൊ അറിയില്ലായിരുന്നു, കാരണം ഇത് ഭാവിയിൽ ഞാനിങ്ങനെ വരയ്ക്കുന്നോ ഇതിങ്ങനെ ഒരു എക്സിബിഷനായി മാറുന്നോ ഒന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. അപ്പൊ വല്ലാതെ മനസ്സിൽ തട്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. ശരി, ഇത് കൂടെ പരിചയപ്പെടുത്തി എല്ലാം നമുക്ക് സമയം. ഇത് നിങ്ങളെ ലോകത്തെ എന്ത് ചെയ്തു. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പക്ഷി കുട്ടികൾക്ക് തീറ്റ എടുക്കാനായിട്ട് പോവുകയാണ്. പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ മനുഷ്യരെ
മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചിരിക്കുന്നു, തീയിട്ടിരിക്കുന്നു. കിളി വന്ന് നോക്കുമ്പം കിളിക്കൂടില്ല, കിളിക്കുട്ടികളില്ല. അങ്ങനെ നിങ്ങളെ ലോകത്ത് എന്ത് ചെയ്തു എന്ന് നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുകയാണ്. ആ കിളി ചോദിക്കുന്ന ഒരു സംഭവത്തെയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇത് മഹാഭാരതം എന്ന കവിതയാണ്. അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് കൈലാസത്തെയും മാനസരോവരത്തെയും ആണ് ഇപ്പോൾ നമ്മളിതിൽ കാണിച്ചിരിക്കുന്നത്. മഹാഭാരതം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഭാരതത്തിന്റെ കൾച്ചർ, നമ്മളെല്ലാത്തിനെയും ഈശ്വരനായി കാണുന്നതും ആരാധിക്കുന്നതിനൊക്കെയാണ് ത്രൂ ഔട്ട് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് രാത്രി മഴ. സാധാരണ രാത്രി മഴ എന്നുള്ളൊരു കവിത പറയുമ്പം എല്ലാവരും വളരെ വിഷമിച്ച് മുടിയഴിച്ചിരിക്കുന്ന ഒരു ഭ്രാന്തിയെ പോലെ എന്നാണ് പറയാറ്. പക്ഷെ എനിക്കത് നോക്കിയപ്പം ഒരു പാരഗ്രാഫ് വരുമ്പം അവിടെ ഈ രാത്രി മഴ ഒരു സാന്ത്വനായിട്ട് മാറി വരുന്നുണ്ട്. ഒരു ശ്യാമപുത്രി, അതൊരു പാരഗ്രാഫിൽ അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവത്തെ വരയ്ക്കാന്ന് വെച്ചിട്ട് ഈ പാർട്ട് എടുത്തു. എന്തായാലും നിരവധി കവിതകൾ അത് ചിത്രങ്ങളിലൂടെ മലയാളികളുടെയും കേരളത്തിന് പുറത്തേക്കും രാജ്യത്തിന് പുറത്തേക്കും ചിത്രങ്ങളിലൂടെ എത്തിക്കാൻ കൃഷ്ണപ്രിയയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കൊരു അഭിമുഖം തന്നതിൽ ഏറെ സന്തോഷവും പ്രകടിപ്പിക്കുന്നു. താങ്ക് യു.